അപ്പൊ തുടങ്ങാല്ലേ? അത് ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ? ഒരു ആങ്കർ മാനേജ്മെന്റ് നിങ്ങൾക്ക് പറ്റുന്നില്ലേ? അത് പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയി പോയപ്പോ വന്നു പോയതാണ്. അതിനെക്കാട്ടിലും എന്തോ എങ്ങനെ? ഉദാഹരണത്തിന് ഞാൻ കിടന്നുറങ്ങുമ്പോ പ്ലേറ്റ് ഒക്കെ കൊണ്ട് തട്ടുക, എണീക്കെന്ന് പറയാ. അങ്ങനെ ഒരു പ്രത്യേക ജീവിതല്ലേ? ഈവൻ ഒരു ദേഹ ഉപദ്രവത്തിലേക്ക് പോയോ? പോയി കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന അവരുടെ സംസാരത്തിൽ എന്റെ ദേഹത്ത് തൊട്ടാൽ അതിലുള്ള റിഫ്ലക്സിൽ നിന്നാണ് ഉണ്ടായതാണ്. പക്ഷെ റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞുണ്ടാകേണ്ടതല്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അപ്പൊ അതിനെ ലേറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്, റിഫ്ലക്സ് എന്നല്ലേ പറയുന്നത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ജിമ്മിലാണെങ്കിലും പെട്ടെന്ന് പെയിൻ വരുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാവുമ്പോ ഞാൻ ട്രെയിനറെ ഇങ്ങനെ ഉന്തി അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ അത് എനിക്ക് ആ ഒരു സംഭവം വന്നപ്പോ പെട്ടെന്ന്. ഇതാണോ ശരിക്കും ആതിരയുടെ സ്വഭാവം? ആണോ? എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഭയങ്കരമായിട്ട് ചൊറിയും. ആണോ? നൂറ എങ്ങനെ സഹിക്കുന്നു? എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? എന്ത് ചെയ്യാന്, പെട്ടുപോയില്ലേ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. അർത്ഥം പറ്റി എനിക്കാടാ. എനിക്കിത് എന്നെ കിട്ടണം.